പുഴൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നല്ല നല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ കുറേ ഇട്ടൊന്നാണ്. പക്ഷേ പുഴ സീന എന്നും വൈകുന്നേരം തുമ്പര് വീട്ടിൽ കളിക്കാൻ പോകില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കും, ജസ്റ്റ് പുറത്തേക്ക് പോകാം, പുറലോകം ഒന്ന് കാണാമെന്ന്. പുറലോകം എന്ന് പറയുമ്പോൾ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളത് വീടിൻ്റെ തൊട്ടപ്പുറത്തല്ല, കുറച്ചാണ് നടന്നാൽ ഒരു തോടുണ്ട്, തോട് പോലത്തെ പുഴ ഉണ്ട്. അപ്പോൾ ആ പുഴ ഒന്ന് കാണാം. പുഴ കാണാൻ അവിടെ വലിയ രസമൊന്നുമില്ല, നമുക്ക് കാണാൻ വിചാരിച്ചു. വെറുതെ നടന്ന് പോവാം. നടന്ന് പോകണമെങ്കിൽ ഒരു കട ഉണ്ട്, ആ കടയിൽ കയറിയിട്ട് മുട്ടായി മേടിക്കാം. മെയിൻ ലക്ഷ്യം മുട്ടായി അടിയില്ല കേട്ടോ. അങ്ങനെ തോട്ടിൽ പുഴയിൽ പോയപ്പോഴാണ്, തോട് എന്ന് പറഞ്ഞാൽ ചെറുതാക്കുന്നില്ല, പുഴയിൽ പോയപ്പോഴാണ് മനസ്സിലായത് പുഴയിൽ വെള്ളമല്ല, വെള്ളം വറ്റിയാണ്. വെള്ളം ജസ്റ്റ് ഭയങ്കര ചളിമണം. അപ്പോൾ ഞങ്ങൾ വേഗം അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ പോലും എടുക്കാതെ, ഞാൻ പറഞ്ഞില്ല, ഒരു ഫോട്ടോ പോലും എടുക്കാതെ ഞങ്ങൾ വേഗം വീട്ടിൽ പോന്നു. വീട്ടിലല്ല, കടയിൽ പോന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള പൈസ ഞങ്ങൾ കടയിൽ നിന്ന് കുറേ മിഠായി അടിക്കാൻ നിന്നു. ആ കട മൊത്തം വാങ്ങിക്കാൻ പറ്റുന്നത് വാങ്ങിക്കിട്ടോ. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള കായ് കുറവ് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് മിഠായി മേടിച്ചു. മിഠായി അന്നൂനും കോലുമിഠായി പിന്നെ എന്തൊക്കെയും വാങ്ങിച്ചു. തുമ്മിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ആ കോലുമിഠായി പിന്നെ വാങ്ങിച്ചത് എന്താണ്? ഓക്കെ ഓക്കെ. അന്നെങ്കിൽ തുമ്മിനൊക്കെ കുറേ മിഠായി മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മിഠായി മേടിച്ച് ഞങ്ങൾ ആടോ മിഠായൊക്കെ മേടിച്ച് ഇങ്ങോട്ട് റിട്ടേൺ പോകണ്ടോ. അപ്പോൾ തുമ്പി വാങ്ങിച്ച മിഠായി ഇതാ, അന്ന വാങ്ങിച്ച മിഠായി ഇതാ, ഞാൻ വാങ്ങിച്ച മിഠായിൻ്റെ കവറിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്നും വേണ്ട കേട്ടോ, കാരണം ഇതിൻ്റെ വിവേക് മേടിച്ചെന്ന എൻ്റെ ഷോർട്ട് പർദ്ദയാണ് ലസ്സിലെ കാണാൻ. ഇതാ കുഞ്ഞാനെ ക്യാരിങ് ആയ സമയത്ത് ഇട്ടുന്ന ഡ്രസ്സാട്ടോ. അപ്പോൾ അന്ന് വയറൊക്കെ കണ്ടാൽ നല്ല ഭംഗി ഇടുമ്പോൾ, പക്ഷെ ഇതിപ്പോൾ വയറ് പോയപ്പോൾ ഇട്ടപ്പോൾ എന്തോ പോയി. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ചെയ്ത് എന്തോ ഒരു ഹാഫായി ഇറക്കം കുറഞ്ഞ പർദ്ദ ഇട്ടാറുണ്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.